ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി. നമ്മൾ 11 ആയത്ത് പഠിക്കേണ്ട ആയത്താണ്. എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത്, ഓർമ്മ പുതുക്കുമ്പോൾ അത് മുഅ്മിനീങ്ങൾക്ക് ഉപകാരം ചെയ്യും. സുബഹിക്ക് മുമ്പേ രാത്രിയിൽ എഴുന്നേൽക്കുമ്പോൾ ഉറക്കച്ചടവൊക്കെ കണ്ണിൽ നിന്ന് കൈകൊണ്ടൊക്കെ തുടച്ചു മാറ്റിയായിരുന്ന ഇരിപ്പ തന്നെ ഇരുന്നു കൊണ്ട് നമുക്ക് ഉളു ഒന്നും ആവശ്യമില്ല. നമുക്ക് പറയാവുന്ന 11 ആയത്തുകളാണ് സൂറത്ത് ആല ഇംറാനിന്റെ അവസാന ഭാഗത്ത് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി കൊണ്ട് തുടങ്ങുന്ന. എന്തായാലും ആശയം ചുരുക്കി പറയാണ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും, അഥവാ സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെയൊക്കെ സൃഷ്ടിപ്പിലൂടെയാണ് ഇവിടെ രാപ്പകല് മാറി മാറി വരുന്നത്. അതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. എന്നിട്ട് പറഞ്ഞതെന്താണ്? അവരാരാണ്? നൃത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലൊക്കെ അള്ളാഹുവിനെ സദാ ഓർക്കുന്നവരാണ് എന്നാണ് തുടർന്നുകൊണ്ട് പറയുന്നത്. വീണ്ടും എടുത്തു പറയാണ് വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളീൻ. ആകാശഭൂമികളിലുള്ള മുഴുവൻ കാര്യങ്ങളും, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവര് ചിന്തിക്കുന്നവരാണ്. ആ ചിന്തയുടെ ബൈ പ്രൊഡക്റ്റ് എന്താ പറഞ്ഞത്? അവരുടനെ പറയുന്നത് എന്താ? ഈ ചിന്തിക്കും തോറും അവരുടെ മനസ്സിൽ വരുന്നൊരു തെളിഞ്ഞു വരുന്നൊരാശയുണ്ട്. അതെന്താ? റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില. ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖ്ത ഹാദാ, ഇതൊന്നും നീ സൃഷ്ടിച്ചിട്ടില്ല, ബാത്തില, വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. എല്ലാത്തിനും നിനക്കൊരു ഹിക്മത്തുണ്ട്. ഇവിടെ എന്തിനെ പഠിച്ചിട്ടുണ്ടോ എല്ലാത്തിനും അള്ളാഹുവിനൊരു ഹിക്മത്തുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാവൂല. പക്ഷെ അതിനനുസരിച്ച് റബ്ബേ, ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈ ഭൂമിപ്പുറത്തുള്ള ഇത്രയും സംവിധാനങ്ങൾ നീ ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ടും ഞങ്ങൾ നിന്നോട് എന്ത് ശുക്റാ ചെയ്യുന്നത്, എന്ത് നന്ദിയാ ഞങ്ങൾ കാണിക്കുന്നത്? റബ്ബേ, ഞങ്ങളിൽ വരുന്ന പാകപ്പിഴവുകൾക്ക് നീ ഒരുക്കി വെച്ചിട്ടുള്ളൊരു നരകമാണ്. നീ ഞങ്ങളെ അതിലിട്ട് കരിക്കല്ലേ. റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക, നീ മഹാപരിശുദ്ധനാണ്. ഫഖിനാ അദാബന്നാർ, ആകയാൽ നീ ഞങ്ങളെ നരകശിക്ഷയില്ലെന്ന് കാത്തുകൊള്ളണേ. എന്താ കാരണം? നരകത്തി ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല റബ്ബേ. റബ്ബന ഇന്നക മൻ തുദ്ഖിലിന്നാറ ഫഖദ് അഖ്സൈതഹ, ആരെങ്കിലും നീ നരകത്തിയിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ അവനെ ഏറ്റവും നീ നിന്ദിച്ചിരിക്കുന്നു. അല്ലാഹ് വമാ ലിൽസാലിമീന മിൻ അൻസാർ, അക്രമികൾക്ക് ഒരു സഹായികളും ഉണ്ടാവുകയില്ല. റബ്ബേ, ഞാൻ അതിൽ ഉൾപ്പെടരുതേ. നമ്മൾ ഉറക്കത്തുനിന്ന് തെളിഞ്ഞ് നമ്മുടെ പ്രഭാതത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറയുന്ന 11 ആയത്തുകളുടെ ആമുഖമാണ് ഇപ്പോൾ നമ്മൾ ഈ കേട്ടത്.